Okay. So for the last class, we have already discussed about what is the role of thermodynamics and just applications, right? Application എന്താണ് thermodynamics എന്താണെന്നൊക്കെയുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. Okay. What is temperature? Zero of dynamics വെച്ചിട്ട് എങ്ങനെയാണ് ആ ടെമ്പറേച്ചർ മെഷർമെന്റ് ആണ്. It's a pure basis of basics to find the temperature. Temperature find ചെയ്യാനാണ് zero dynamics apply ഏറ്റവും കൂടുതൽ application യൂസ് ചെയ്യുന്നത്. So for temperature measurements, there is a thermometric property and there is a thermometer. Thermometer ഉണ്ട്, thermometer property ഉണ്ട്. എന്താണ് property? Thermometer ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോഴുള്ള ഇതാണ് എടുക്കുന്നത്. അതായത് നമ്മൾ ഇങ്ങനെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വാല്യൂ ചേഞ്ച് ചെയ്യുമ്പോൾ അത്രയും ചേഞ്ച് ടെമ്പറേച്ചർ കൂടുന്നു എന്നല്ല പറയുന്നത്. നമ്മൾ അതായത് ടെമ്പറേച്ചറായിട്ട് നമുക്ക് കൂടുന്നവരെയും കാണിക്കാൻ പറ്റുള്ളൂ, റൈറ്റ്? ചിലപ്പോൾ മെർക്കുറി ലെങ്ത് ആയിരിക്കും, എന്തൊക്കെ പല കാര്യങ്ങളായിരിക്കും. അപ്പോൾ ആ ഒരു മാറുന്ന പ്രോപ്പർട്ടി എന്താണ്? ദാറ്റ് ഈസ് thermometric property, right? So that as I said that there are so many thermometers based on the thermometric property. Thermometric property change നെ കണക്കാക്കി ഒരുപാട് ടൈപ്പുള്ള എന്തുണ്ട് thermometric properties മാറുന്ന കണക്കാക്കിയ തെർമോമീറ്റേഴ്സ് ഉണ്ട്. അപ്പൊ അതിന്റെ എന്തൊക്കെയാണെന്നുള്ളതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. Constant volume gas thermometer ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്, റൈറ്റ്? Constant volume gas thermometer. Here the thermometric property is pressure. ഇതായിരുന്നു ഫിഗർ, അല്ലെ? എന്തായിരുന്നു ഫിഗർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? Right, there is a bulb. Here it is a bulb. And capillary tube. And here is the mercury. Mercury ആണ് ഈ നീല കളർ കാണിച്ചത് mercury. ഈ L എന്ന് കാണിച്ച ലിപ്പ് ആണ്. Z is the total datum or head length ആണ്. P naught എന്ന് പറയുന്നത് atmospheric pressure ആണ്, റൈറ്റ്? ഇത് ഫ്ലെക്സിബിൾ പൈപ്പ് ആണ്. സോ ഫോർ ടെമ്പറേച്ചർ മെഷർമെന്റ് വി ആർ ഇൻട്രൊഡ്യൂസിങ് ദിസ് ബൾബ് ഏരിയ. ബൾബ് ഏരിയയിലൂടെ ഗ്യാസ് ആണല്ലോ. ഗ്യാസ് കോൺസ്റ്റന്റ് വോളിയത്തിൽ ആദ്യമേ ആഡ് ചെയ്ത ഗ്യാസ് ആണ്. അതുപോലെ നമുക്കറിയാം ആദ്യമേ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ്. അതുകൊണ്ടാണ് പേര് കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ എന്ന് വന്നത്. സോ നമുക്ക് ആദ്യമേ വോളിയം വന്നറിയാം. സോ വോളിയം നമുക്കറിയാം, വി നമുക്കറിയാം, റൈറ്റ്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് നമ്മുടെ മെയിൻ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ മെഷർ ചെയ്യുമ്പോൾ ഈ L എന്നുള്ള വാല്യൂ, ലിപ്പ് എന്നുള്ള വാല്യൂവിൽ തെർമോമീറ്ററിന്റെ ലെവൽ എത്തിക്കുക എന്നുള്ളതാണ്. ആദ്യമേ എത്ര ആയിരിക്കും ഉണ്ടാവുക? അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. L എന്നുള്ള പോയിന്റ് ആയിരിക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുന്നത്. Thereafter we have mercury level here and the datum head here to here set എന്നുള്ള വാല്യൂ ഇവിടെ ഉണ്ടാവും. വേരി ചെയ്യുന്നത് ഇവിടെ എന്താണ്? പ്രഷർ ആണ് തെർമോമീറ്റർ പ്രോപ്പർട്ടി. ഇപ്പൊ പ്രഷറിന് ഇക്വേഷൻ ഉണ്ട്. നമ്മൾ മെഷർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇക്വേഷൻ എഴുതി വെക്കുന്നു. P equal to P naught plus rho m into ZG, റൈറ്റ്? അതിൽ P naught നമുക്ക് അറ്റ്മോസ്ഫിയർ പ്രഷർ ആണ്, rho m എന്ന് പറഞ്ഞാൽ ഈ മെർക്കുറിന്റെ വോളിയം ആണ്, ആൻഡ് ZG എന്ന് പറഞ്ഞാൽ ഈ ഹെഡ് ആണ്. അത് ആദ്യം ഒരു വാല്യൂ ഉണ്ടാവും. Thereafter after temperature measurement we introducing this thermometer inside ഏതിലേക്കാണ് മെഷർ ചെയ്യേണ്ടത് അതിലേക്ക് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ബൾബാണ് ഡിപ്പ് ചെയ്യുന്നത്, റൈറ്റ്? സോ അവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് ഉണ്ടാവും. ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ്പാൻഷൻ കൂടി ഇങ്ങനെ കാപ്പിലറി ട്യൂബിലോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് വന്ന എക്സ്പാൻഷൻ ഇവിടെ എത്തുമ്പോൾ ഇതിന്റെ പ്രഷർ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പാൻഷൻ ഇതുകൊണ്ട് ഇത് താഴോട്ട് വരുന്നു. ഈ ലെവൽ കുറയുന്നു. നമുക്ക് വേണ്ടത് L തന്നെ എത്തിക്കുമെന്നില്ലാണ്. ഈ കുറയുമ്പോൾ ഇവരിങ്ങനെ ഇവിടെ കൂടുന്നു, അല്ലെ? വാട്ടർ ലെവലിന്റെ പൈപ്പ് ഉദ്ദേശിക്കുക, ഒരു ഭാഗത്ത് നിന്ന് പോയി ഒരു ഭാഗത്ത് കുറയുന്ന പോലെ അത് ഇവിടുന്ന് സെറ്റിന്റെ വാല്യൂ മാറുന്നു. നമുക്ക് വേണ്ടത് L കോൺസ്റ്റന്റ് ആക്കി വെക്കുക എന്നുള്ളതാണ്. സോ വി ക്യാൻ അഡ്ജസ്റ്റ് ദിസ്. ഈ ലെങ്ത് ഇത് അറ്റ്മോസ്ഫിയറിലേക്കാണല്ലോ, ഒരു ഫ്ലെക്സിബിൾ ആണ്. ഈ പൈപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കൃത്യമായ ഇതിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ the value of L, you want to maintain the value of mercury or range of the mercury to point L ലിപ്പിലേക്ക് സെറ്റ് ആക്കി വെക്കണം. സെറ്റ് ആക്കി വെക്കുമ്പോൾ സെറ്റിൽ അതിൽ ചേഞ്ച് വന്നു നോക്കണം. സെറ്റ് ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്ക് മെഷർമെന്റ് കഴിഞ്ഞാൽ വേറെ ഇക്വേഷൻ P കിട്ടും. P naught അത് തന്നെ വാല്യൂ ആയിരിക്കും. rho m ന്റെ വാല്യൂ മാറില്ല, സെറ്റിന്റെ വാല്യൂ ആണ് മാറുന്നത്, റൈറ്റ്? സെറ്റ് വാല്യൂ ഈസ് ചേഞ്ചിങ്. Thereafter we will get a P1 and P2. മെഷർ ചെയ്യുമ്പോൾ മെഷർ ചെയ്ത ശേഷം P1 P2 കിട്ടും. ഡെൽറ്റ P കിട്ടും. P2 minus P1 ഡെൽറ്റ P കിട്ടും. So we can find the temperature change of temperature as volume constant. ആദ്യമേ അറിയുന്ന വോളിയം R നമ്മൾ എടുക്കുന്നു. നമ്മൾ PV equal to nRT. PV equal to nRT എന്നുള്ള ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്തത്. Here n equal to 1 and here R equal to T equal to PV by R. P എന്താണ്? ഡെൽറ്റ P. V by R. V is known. R equal to universal gas constant 8.314, right? അപ്പൊ അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെൽറ്റ T കിട്ടാം. Constant volume gas thermometer. So for the last class I said that the figure for the constant volume gas thermometer and constant pressure gas thermometer is same. രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു, അല്ലേ? രണ്ടും സെയിം ആണ്. എന്താ മാറ്റം വരുന്നത്? Here constant volume gas thermometer ആണ്, here constant pressure gas thermometer ആണ്.
അപ്പൊ കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതായിരിക്കും മീനിങ്. അതല്ല മീനിങ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ എന്ന് പറയുന്നത് പ്രഷർ ആണ് വേരിയബിൾ ക്വാണ്ടിറ്റി, പ്രഷർ ഈസ് തെർമോമീറ്റർ ക്വാണ്ടിറ്റി. വേരിയബിൾ ഓഫ് പ്രഷർ ഈസ് ടേക്കൺ ആസ് വേരിയബിൾ ഓഫ് ടെമ്പറേച്ചർ. ഹിയർ ഇറ്റ് ഈസ് ടേക്കൺ ആസ് വേരിയബിൾ ഓഫ് വോളിയം. വോളിയം ആണ് മാറുന്നത്. സെയിം ഫിഗർ തന്നെ, സെയിം എക്സ്പ്ലനേഷൻ തന്നെ. ഇതിൽ എന്ത് ചെയ്യുന്നു, ദ വോളിയം ഹിയർ ടേക്കൺ ഇസ് വോളിയം ആണ് മാറുന്നത്. ഇതിനകത്ത് വോളിയം മാറുന്നത്. ഇതിൽ നമുക്ക് ചെയ്യേണ്ടത് setup is same as constant volume gas thermometer, but here the mercury level has to be adjusted to keep the set constant. നമ്മളിവിടെ സെറ്റ് ആണ്, ഈ സെറ്റിന്റെ ഹെഡിന്റെ വാല്യൂ ഉണ്ടല്ലോ, ഹെഡിന്റെ വാല്യൂ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. You want to keep the value of head as constant. അപ്പം അത് മാറുന്നില്ല. അപ്പൊ റോയമം പി നോട്ട് മാറുന്നില്ല, റോയമം മാറുന്ന സെറ്റ്. അപ്പൊ പിക്ക് ഒരു വാല്യൂ നമുക്ക് ആദ്യം അറിയാം. പിക്ക് ഒരു വാല്യൂ ഉണ്ടാകും. അത് കഴിഞ്ഞപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത് കോൺസ്റ്റന്റ് വാല്യൂ. സെറ്റ് വാല്യൂ ആണ് കോൺസ്റ്റന്റ് കീപ്പ് ചെയ്യുന്നത്. സോ വോളിയം ഹിയർ ഈസ് ചേഞ്ചിങ്. വോളിയം ആണ് ചേഞ്ച് ചെയ്യുന്നത്. സോ എക്സ്പീരിയൻസ് ഒക്കെ അത് തന്നെ. അപ്പോൾ ഇതിൽ വോളിയം എക്സ്പാൻഡ് ചെയ്യുന്നു, കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ വോളിയം ഇസ് ദ വേരിയബിൾ ക്വാണ്ടിറ്റി. അതുകൊണ്ട് തന്നെ ഡെൽറ്റ ടി ഇക്വേഷൻ എന്താവും, ഇക്വേഷൻ ചെയ്യുമ്പോൾ തന്നെ അതിൽ ബി കോൺസ്റ്റന്റ് ആണ്, ഡെൽറ്റ പി ഇസ് ചേഞ്ചിങ്. ഹിയർ ഡെൽറ്റ ടി ഇസ് ഇക്വൽ ടു പി ബൈ ആർ ഡെൽറ്റ വി. അവിടെ ഡെൽറ്റ പി വി എന്ന് പറയും, വി ഡെൽറ്റ പി. ഇവിടെ പി ഡെൽറ്റ വി എന്ന്. പ്രഷർ ഈസ് കോൺസ്റ്റന്റ്. ആദ്യം എടുക്കുന്ന പ്രഷർ മാത്രമേ ഉള്ളൂ, പ്രഷർ ചേഞ്ച് ചെയ്യുന്നില്ല. കാരണം എന്താ, സെറ്റ് മാറുന്നില്ല, സെറ്റ് കോൺസ്റ്റന്റ് ആണല്ലോ. Delta V is changing. So delta T equal to P by R into delta V is the equation for constant pressure gas thermometer. So figure ഒക്കെ അത് തന്നെ വരക്കാം, എക്സ്പ്രഷൻ കാര്യങ്ങളൊക്കെ അത് തന്നെ പറയാം. Here volume is changing. വോളിയം കാര്യങ്ങൾ പ്രഷറിന് ടെമ്പറേച്ചർ ഡിഫറൻസ് കൊണ്ട് വോളിയം ചേഞ്ച് ചെയ്യുന്നു. വേപ്പറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് വേണമെന്ന് എടുക്കാം, വോളിയം ആണ് ചേഞ്ച് ചെയ്യുന്നത് ഹിയർ, റൈറ്റ്? കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് തെർമോമീറ്റർ. അവിടെ എന്തായിരുന്നു തെർമോമീറ്റർ പ്രോപ്പർട്ടി അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്തായിരുന്നു പ്രോപ്പർട്ടി? റെസിസ്റ്റൻസ് തെർമോമീറ്റർ പ്രോപ്പർട്ടി. ചേഞ്ചിങ് റെസിസ്റ്റൻസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ ആണ് അല്ലെ? നിങ്ങൾക്കറിയാം റെസിസ്റ്റൻസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, ടെമ്പറേച്ചർ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ, അപ്പൊ ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇൻ ദി കേസ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതൊരു വീസ്റ്റം ബ്രിഡ്ജ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ യു വാണ്ട് ടു ടേക്ക് അപ്പൊ അത് കൂടുതൽ അക്യുറസി നമ്മളധികം യൂസ് ചെയ്യുന്നത് പ്ലാറ്റിനം വയേഴ്സ് ആണ്. പ്ലാറ്റിനം വയേഴ്സ് ഹിയർ ഈസ് യൂസ് ബിക്കോസ് ഓഫ് ഹയർ അക്യുറസിയും ഹയർ സെൻസിറ്റിവിറ്റിയും. പെട്ടെന്ന് തന്നെ ചൂട് സെൻസ് ചെയ്യാനുള്ള കഴിവും. നമുക്ക് എന്താ വേണ്ടത്, നമ്മുടെ പ്രിൻസിപ്പിൾ എന്നാണ്. വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ദ ഓൾ ദീസ് തിങ്സ് ഈസ് സീറോത്ത് ഓഫ് തെർമോഡൈനാമിക്സ്, റൈറ്റ്? സീറോത്ത് ഓഫ് തെർമോഡൈനാമിക്സ്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഹോട്ട് ബോഡി ഒരു കോൾഡ് ബോഡി എടുത്ത് വെക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഈക്വൽ ആയിട്ട്, അതായത് തെർമൽ ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന കണ്ടീഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പൊ ഈ കണ്ടീഷനൊക്കെ നമ്മൾ ഈ പറഞ്ഞ എക്സ്പീരിയൻസ് ഒക്കെ നടത്തുന്ന എന്താണ്, ചൂടായ സാധനം നമുക്ക് മെഷറിന് എടുത്ത് കൊണ്ടുവരുമ്പോൾ അതിന് ചൂടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും തെർമൽ ഇക്വിലിബ്രിയമായിട്ട്. അതല്ലേ സംഭവിക്കുന്നത്, റൈറ്റ്? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് തന്നെ ചൂട് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഫോർ greater accuracy and greater sensitivity, platinum wires are incorporated with the Wheatstone bridge for conducting this experiment. So or this experiment to find the temperature difference of using electrical thermometer. Wheatstone bridge and setup under pressure is the diameter is the platinum wires are used here, incorporated with Wheatstone bridge. And thereafter ആദ്യം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റും. ആരെങ്കിലും ബി വൈ ഇക്വേഷൻ ഒക്കെ വെച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് വീസ്റ്റം വെച്ച് വെച്ചിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. thereafter we are introducing this to high temperature medium. If the temperature is increasing, resistance also increases. And after through Wheatstone bridge we can find the resistance here. And the resistance of difference is relative proportional to the difference in temperature. അല്ലെ? നമുക്ക് ആദ്യമേ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ പറ്റുന്നു. thereafter when we are introducing this subject into a ഒരു ആദ്യം നമുക്ക് റെസിസ്റ്റൻസ് R1 മെഷർ ചെയ്യാൻ പറ്റും Wheatstone bridge ഉപയോഗിച്ചിട്ട്. thereafter we can find എക്സ്പെരിമെന്റ് നടത്തിയിട്ട് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഓൾസോ ഇൻക്രീസസ്, നമുക്ക് R2 വരെ കിട്ടും. അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിച്ച ആദ്യമേ ഉണ്ടായിരുന്ന R2 thereafter ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുമ്പോൾ R2 R relative proportional to T. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ thereafter the difference in resistance is denoted as difference in temperature. ഇത്രയുള്ള റെസിസ്റ്റൻസ് തെർമോമീറ്റർ എന്നാണ് Wheatstone bridgeന്റെ ഫിഗർ ആക്കാൻ വെക്കുന്നത്. ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുത്താണ്, റൈറ്റ്? Advantages of resistance thermometer is a resistance thermometer is very accurate for low ranges below 150 degrees Celsius. 150 ഡിഗ്രി സെൽഷ്യസിലെ ടെമ്പറേച്ചർ ഡിഫറൻസിൽ മെഷർ ചെയ്യാൻ പറ്റും. അതുവരെയുള്ള ടെമ്പറേച്ചർ അക്യുറേറ്റ് ആയിരിക്കും. അത് കൂടുതലാകുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല. അത് കൂടുതലാകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറിൽ വേണ്ടിയിട്ടാണ് നമ്മൾ തെർമോ കപ്പിൾസും മറ്റേ നമ്മളെ പൈറോമീറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്, അല്ലേ? അതുവരെയാണ് തെർമോമീറ്റർ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് റിക്വയർസ്
നോ റെഫറൻസ് ജംഗ്ഷനിലെ തെർമോകപ്പിൾസ് പഠിക്കുമ്പോൾ മനസ്സിലാവും. തെർമോകപ്പിൾസിന് റെഫറൻസ് ജംഗ്ഷൻ ആവശ്യമുണ്ട്, ഒരു കോൾഡ് ബോഡി ആവശ്യമുണ്ട്. ടെമ്പറേച്ചർ അവിടെ നിന്ന് വലിച്ചെടുക്കുമ്പോൾ ഒരു കോൾഡ് ബോഡിക്ക് റെഫറൻസ് നടത്തിയിട്ടാണ് റീഡിങ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിനങ്ങനെ റെഫറൻസ് ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് റീഡിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. റൈറ്റ്. So the distance between the resistance element and the recording element can be made much larger than it is possible with pressure thermometer. നമുക്ക് എത്ര ദൂരമാണെങ്കിലും പ്രഷർ തെർമോമീറ്റർ യൂസ് ചെയ്യുമ്പോൾ അടുത്തൊക്കെ വെച്ച് യൂസ് ചെയ്യണം. എന്താണ് പ്രഷർ തെർമോമീറ്റർ എന്ന് പറഞ്ഞുതരാം. സോ അത് ഇതിൽ അങ്ങനെ അധികം കാര്യങ്ങളില്ല. പക്ഷെ ഇത് അധികം കോസ്റ്റ്, തെർമോമീറ്റേഴ്സിന് അധികം കോസ്റ്റ് ആവശ്യം. അതാണ് ഡ്രോബാക്ക് എന്ന് പറയുന്നത്. റൈറ്റ്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആവശ്യമാണ്. അക്യുറേറ്റ് റീഡ് ചെയ്യാൻ പറ്റും, ഒരു വേറൊരു മീഡിയം ആവശ്യം, റെഫറൻസ് മീഡിയം ആവശ്യമില്ല. റെഫറൻസ് മീഡിയം എന്താണെന്ന് അടുത്ത ടോപ്പിക് പറയുമ്പോൾ മനസ്സിലാവും. So it resists corrosion and is physically stable. So next one is liquid in glass thermometer. Liquid in glass thermometer എന്നാണ് ഇതിന്റെ ശരിക്കും പേര്. നമ്മൾ ഈ തെർമോമീറ്റർ ആണ് തുടക്കത്തിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞത്. ലിക്വിഡ് ഇൻ ഗ്ലാസ് തെർമോമീറ്റർ നമ്മൾ നോർമലി കണ്ടുവരുന്ന ആശുപത്രിയിൽ കണ്ടുവരുന്ന തെർമോമീറ്റർ, ആയിലൊക്കെ വെച്ച് പിടിക്കാൻ ഒരു സാധനമില്ലേ, ആ ഒരു സംഭവം. ഇതാണ് അതിന്റെ ഒരു ടെമ്പറേച്ചർ മെഷർ ചെയ്യാനുള്ള മെയിൻ എക്വിപ്മെന്റ് എന്ന് പറഞ്ഞത്. ഇറ്റ് റേഞ്ച് അപ് ടു 38.9 ഡിഗ്രി സെൽഷ്യസ് ടു 600 ഡിഗ്രി സെൽഷ്യസ് വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നത്? 38.9 600 മെഷർ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? മെർക്കുറി യൂസ് ചെയ്യുമ്പോഴാണ് അങ്ങനെ പറ്റുന്നത്. ലിക്വിഡ് ഇൻ ഗ്യാസ് തെർമോമീറ്റർ ആണ്. ലിക്വിഡ് നമുക്ക് ഏത് യൂസ് ചെയ്യാം. സോ വി ആർ യൂസിങ് മെർക്കുറി എന്നാണ് അത് യൂസ് ചെയ്യുന്നത്. അതിന്റെ റേഞ്ച് അധികമായതുകൊണ്ടും കൂടുതൽ ഹീറ്റ് കപ്പാസിറ്റി പെട്ടെന്ന് സെൻസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് മെർക്കുറിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ. മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ അല്ലെ പേര്. എന്താണ് മെർക്കുറി ഇൻ ഗ്ലാസ് തെർമോമീറ്റർ എന്ന് പേര് വരാൻ കാരണം, ഗ്ലാസിന്റെ അകത്ത് ആണ് മെർക്കുറി കീപ്പ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസിന്റെ പുറത്ത് ദ സ്കെയിൽ ഈസ് ഇൻകോർപ്പറേറ്റഡ് വിത്ത് ദ ഗ്ലാസ് ആൻഡ് എ ബൾബ് ഈസ് ഷോൺ. ബൾബ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിട്ട് മൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൾബ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. റീഡിങ്സ് ആർ ഹിയർ ആൻഡ് ഹിയർ ഈസ് എ സെൻസിങ് ഏരിയ. സെൻസ് ചെയ്യാനുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്യാനുള്ള ഏരിയ ആണിത്. മെർക്കുറി ലെവൽ ഈസ് കീപ്പ് ഇൻസൈഡ് ആൻഡ് thereafter when the temperature increases the mercury level expand ചെയ്യുന്നു. mercury expand ചെയ്ത് the mercury level also got increasing and the length here, length ആണ് mercury length എത്ര കൂടി എന്നുള്ള, the length is that proportional to temperature change. length of mercury proportional to the temperature change. It is a mercury in glass thermometer. Okay, liquid in glass thermometer ആണ്, പക്ഷെ mercury ആണ് അധികം യൂസ് ചെയ്യുന്ന. so it is called mercury in glass thermometer. And the next one is pressure thermometer. Pressure thermometers are two. One is vapor pressure thermometer and second one is liquid filled thermometer. ഇത് രണ്ടും പ്രഷർ കൊണ്ട് ഉണ്ടാവുന്ന ചേഞ്ച്. പ്രഷർ ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ കൊണ്ട് ജസ്റ്റ് ഇൻക്രീസ് ഇൻ ദ പ്രഷർ ആൻഡ് പ്രഷർ ഡിഫറൻസ് ഈസ് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ ടു ദി സംതിങ് ടെമ്പറേച്ചർ ചേഞ്ച്. ഇവിടെയാണ് ബേർഡൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബ് അല്ലെങ്കിൽ ബേർഡൻ ട്യൂബ് എന്നൊരു എക്വിപ്മെന്റ് ഇവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബേർഡൻ ട്യൂബ് എന്നുള്ളത് പഠിക്കാനുണ്ടാവും ഭാവിയിൽ. എന്താ വെച്ചാൽ ബേർഡൻ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാപ്പിലറി ട്യൂബാണ്. ഇവിടെ ഉണ്ടോ, ഇതാണ് ബേർഡൻ ട്യൂബ് അല്ലെങ്കിൽ ബേർഡൻ സ്പ്രിംഗ് എന്ന് പറയുന്നത്. ശരിക്കും ഇതിന്റെ ഫിഗർ ഇങ്ങനെയല്ല. ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അറ്റം ഇങ്ങനെ വരുന്ന വെച്ചാൽ ഇങ്ങനെ വന്ന് ആ ഒരു പൈപ്പാണെന്ന് വിചാരിക്കുക. ഇതിങ്ങനെ വന്നിട്ട് അറ്റത്ത് ഇങ്ങനെ വന്ന് നിന്നിട്ട് ഒരു പോയിന്റർ ഉണ്ടാവും. പോയിന്റർ വിവിധ പോയിന്ററിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിൽ പോയിന്റർ ബാക്ക്ഗ്രൗണ്ടിൽ സ്കെയിൽ ഉണ്ടാവും. റൈറ്റ്, സ്കെയിൽ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ സെറ്റപ്പ്. തെർമോമീറ്ററിന്റെ സെറ്റപ്പ് ഒക്കെ ഇങ്ങനെയാണ്. റൈറ്റ്. അപ്പൊ ആദ്യം ഒരു ഇനീഷ്യൽ പോർഷനിലാണ് ഉണ്ടാവുന്നത്. ബേർഡൻ ട്യൂബിന്റെ പോയിന്റർ ഒരു ഇനീഷ്യൽ പോർഷനിലാണ് ഉണ്ടാവുന്നത്. ഹിയർ ഈസ് ദ സെറ്റപ്പ് ഓഫ് ദി വേപ്പർ പ്രഷർ തെർമോമീറ്റർ. അതിന്റെ കാപ്പിലറി ട്യൂബിംഗ് ഉണ്ട്, കോയിൽ ഷേപ്പ് തെർമോമീറ്റർ ട്യൂബ് ഉണ്ട്, ബൾബ് ഉണ്ട് ആൻഡ് ലിക്വിഡ് ഒരു സ്പേസ് ഇട്ടിട്ട് ഇവിടെ ലിക്വിഡും ഇവിടെ വേപ്പറും ഉണ്ട്. Liquid and vapor is the bulb is the sensing area is bulb and thereafter capillary tube is the Burdon spring also is there. So നമ്മൾ ഈ ടെമ്പറേച്ചർ സെൻസ് ചെയ്യുന്നതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ ഏത് ടെമ്പറേച്ചർ മെഷർ അവിടേക്ക് ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്നു, the liquid is heated and vapor is vaporization കൊണ്ട് ഇതിലേക്ക് എക്സ്പാൻഡ് ചെയ്ത് ഇവിടെ എത്തി ബേർഡൻ ട്യൂബിലേക്ക് എത്തും. ബേർഡൻ ട്യൂബ് ആദ്യം ഇനീഷ്യൽ എന്തിലാണ് ഉണ്ടാവുക, ഒരു റേഡിയസ് ഷേപ്പിൽ സർക്കിൾ ഷേപ്പിലാണ് ഉണ്ടാവുന്നത്. ആദ്യം ആ ഒരു ഷേപ്പ് കണ്ടോ, അത് ഈ ഷേപ്പിലാണ് ഉണ്ടാവുക. സോ പ്രഷർ കൂടുമ്പോൾ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ കൂടുമ്പോൾ അത് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്ത് അത് റേഡിയസ് ഷേപ്പിലേക്ക്, അത് ഇങ്ങനെ കേവ് ഷേപ്പിലേക്കായിട്ട് മാറി. ഇതുള്ളത് ഇങ്ങനെ ഷേപ്പിലേക്ക് വരും. അപ്പൊ ഷേപ്പിലേക്ക് ഒരു മാറ്റത്തുള്ള പോയിന്റർ എന്താവും, ഈ സ്കെയിലോട്ട് ഇങ്ങനെ മുകളിലേക്ക് പോകും. കണ്ടോ, സ്കെയിൽ
thereafter after sensing the temperature, sensing evaporation നടന്നിട്ട് ആ pressure കൊണ്ടൊന്നും സംഭവിക്കുന്നു. The point will be like here. Pointer go, right? The increase in temperature is directly proportional to the scale reading. എത്ര ചേഞ്ച് മാറിയോ അതിന് പ്രപ്പോർഷൻ ടെമ്പറേച്ചർ ആയിരിക്കും അവിടെ കൂടിയിട്ടുണ്ടാകും. That is the using of burden tube here. Pressure, വേപ്പർ പ്രഷർ തെർമോമീറ്റർ. വേപ്പറൈസേഷൻ നടന്ന് അതിന്റെ പ്രഷർ കൊണ്ടുണ്ടാകുന്ന കാപ്പിലറി ട്യൂബ് റൈസിന്റെ ബേർഡൻ സ്പ്രിങ് അതിന്റെ ടെമ്പറേച്ചർ മാറി അതിന്റെ ഷേപ്പ് മാറി റേഡിയസ് ഷേപ്പ് നിന്ന് അതൊരു പെർട്ടിക്കുലർ ഷേപ്പിലേക്ക് വന്ന് അതിന്റെ പോയിന്റർ leading to the scale, and the reading difference in the scale is directly proportional to the change in temperature. Right? It's a principle adopted in vapor pressure thermometer. Same like in liquid filled thermometer. Liquid filled thermometer. Look at here, liquid filled thermometer. Again, same than burden tube is the pressure measuring device. Burden tube is incorporated at the tip of the this setup, and bulb is the. And here there is no oval shaped spring. There evaporation നടക്കുന്നില്ല. ഇവിടെ full liquid is filled inside here. Hence the name indicate liquid filled thermometer. Liquid filled thermometer, right? So liquid is filled inside the bulb and the capillary tube, and there are when and heating and the bulb is introduced to the heating element where the temperature want to measure. എവിടെയാണ് temperature measure ചെയ്യുന്നത് അവിടെ ഈ ബൾബ് കൊണ്ടുവെക്കുമ്പോൾ ഹീറ്റ് ഇത് ഹീറ്റ് റിസീവ് ചെയ്തിട്ട് അവിടെ ഈ എക്സ്പാൻഷൻ നടക്കും. എക്സ്പാൻഷൻ ഇൻ ലിക്വിഡിന്റെ എക്സ്പാൻഷൻ നടന്നിട്ട് അവർ പ്രഷറിൽ ഡെവലപ്പ് ചെയ്തിട്ട് അതുകൊണ്ട് ബേർഡൻ ട്യൂബ് അതിന്റെ ഷേപ്പ് മാറി ആ സർക്കിൾ ഷേപ്പ് ഒന്ന് മാറി വേറെ ഷേപ്പിലേക്ക് വന്നിട്ട് ആ പോയിന്റിലേക്ക് വന്നിട്ട് ആ റീഡിങ് ഇതിന്റെ ബാക്കിൽ റീഡിങ് ഉണ്ടാവും. റീഡിങ് ഈസ് ദ സ്കെയിൽ ഉണ്ടാവും. ആ സ്കെയിലിന്റെ എന്താണ് അതിന്റെ യൂണിറ്റ് എന്ന് കൊടുക്കുന്നുണ്ടാവും. that will be directly proportional to the change in temperature. So this is the idea here incorporate with the pressure thermometer and liquid filled thermometer. The pressure or the principle behind it is burden tube. Burden tube എന്നൊരു ട്യൂബ് ആണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അത് പ്രഷർ ഡെവലപ്പ് ചെയ്യുമ്പോൾ പ്രഷർ മൗണ്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്പാൻഷൻ നടക്കുമ്പോൾ ആ ബേർഡൻ ട്യൂബിന്റെ ഷേപ്പ് മാറുകയും അതിന്റെ ബാക്കിയുള്ള സ്കെയിൽ റീഡിങ്ങിന്റെ ചേഞ്ച് സംഭവിക്കും. That change in the reading scale is directly proportional to the change in temperature. That is the vapor pressure thermometer and liquid filled thermometer. Clear അല്ലേ? Okay. Then next one is thermocouples. Thermocouple thermometer or thermocouple mode. Thermocouple നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? തെർമോകപ്പിൾ നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കും. ഫിസിക്സ് കെമിസ്ട്രിയിലൊക്കെ തെർമോകപ്പിൾ SSC +2 ലെവലിൽ. Thermocouple, the name indicates it is a couple, അല്ലെ? കപ്പിൾ ആണ്. കപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ്? പെയർ ആണ്. ഒന്ന് മാത്രമേ രണ്ടെണ്ണം ഉണ്ടാവും. There is a pair. Thermocouple. Thermocouple is the couple or pair formed by the two dissimilar metals. ആ രണ്ട് ഒരു മെറ്റലിന്റെ മെറ്റൽ പാർട്ടിക്കിൾ ആണ്. രണ്ട് ഡിഫറെന്റ് മെറ്റലാണ് ഇത് കപ്പിളായിട്ട് ഫോം ചെയ്തിട്ട് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. മെറ്റൽ വൺ ഹിയർ. ഇത് സിമ്പിൾ നിങ്ങൾ ഇതിന്റെ ഫിഗർ പല സൈറ്റിൽ നോക്കും പല ഫിഗറുകൾ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഈ ഒരു ഐഡിയ ആണ് എല്ലാവരും ഉള്ളത്. മെറ്റൽ 1 is the മെറ്റൽ 2 is the അതിന് രണ്ടിന്റെയും വയേഴ്സ് ഉണ്ട്. അത് ഇവിടെ ഹോട്ട് ബോഡി എവിടെയാണ് മെഷർ ചെയ്യേണ്ടത്? ദാറ്റ് മെഷറിംഗ് ജംഗ്ഷനിൽ കപ്പിൾ ഫോംഡ് ഹിയർ ആൻഡ് it is introduced into a measuring junction or hot body. As I said earlier, there is a reference junction here. Reference junction ഇതാണ് thermometer ഇല്ല എന്ന് പറയുന്ന സാധനം. Reference junction will be a ice water mixture ആയിരിക്കും. മിക്കവാറും 0 degree Celsius ആയിരിക്കും റെഫറൻസ് ജംഗ്ഷൻ ഉണ്ടാവും. കോൾഡ് ബോഡി എന്നാണ് പറയുന്നത്. റെഫറൻസ് ജംഗ്ഷൻ ഓഫ് കോൾഡ് ബോഡി. അവിടെ ടെമ്പറേച്ചർ ഐസ് വാട്ടർ മിക്സ്ചർ ആയിരിക്കാം. ടെമ്പറേച്ചർ ഓഫ് 0 degree Celsius. ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവും. അതിവിടെ റെഫറൻസ് ജംഗ്ഷനിലേക്ക് വരുന്നു. അവിടെ നീ ഈ പറഞ്ഞ അവിടെയുള്ള 0 degree Celsius ആയിട്ട് റെഫറൻസ് നടന്നിട്ട് എത്രയാണ് ചേഞ്ച് നടക്കുന്നത് ആ ചേഞ്ച് ടെമ്പറേച്ചർ റിസീവ് ചെയ്യുള്ളൂ. റെഫറൻസ് ജംഗ്ഷനിൽ നിന്ന് അവിടെയും വരുന്ന റിസീവിങ് ചെയ്തിട്ടാണുള്ളത്. കോപ്പർ വൈഡ് വെച്ച് കഴിഞ്ഞിട്ട് മൈക്രോമീറ്റർ അല്ലെങ്കിൽ മില്ലി വോൾട്ടിമീറ്റർ എന്നാണ്. ഏതായാലും വോൾട്ടിമീറ്റർ ഉപയോഗിച്ചിട്ട് മൈക്രോ വോൾട്ടിമീറ്റർ ഒക്കെ വെച്ച് മില്ലി വോൾട്ടിമീറ്റർ അല്ല മൈക്രോ വോൾട്ടിമീറ്റർ സർവീസോ യൂസ് ചെയ്യാം. അത് ഉപയോഗിച്ചിട്ട് അതിന്റെ സ്കെയിൽ റീഡിങ് എന്താണ് ചെയ്യുന്നത്? EMF ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ടെമ്പറേച്ചർ റെഫറൻസ് അനുസരിച്ച് കോപ്പറിലിട്ടാണ്
അതൊരു കറണ്ട് കാരിങ് കണ്ടക്ടേഴ്സ് ആണ്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അവിടെ ഇൻകോപ്പറേറ്റ് ചെയ്ത് വോൾട്ട്മീറ്റർ എന്താണ് EMF ആണ് ജനറേറ്റ് ചെയ്യുന്നത്. സോ ജനറേറ്റ് EMF എത്ര EMF ജനറേറ്റ് ചെയ്തു എന്നുള്ളത് ഡയറക്റ്റ് പ്രൊപ്പോർഷണൽ വിത്ത് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ EMF ആണ് ഇവിടെ എന്ത് EMF ജനറേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ എന്ത് ഇലക്ട്രോമോട്ടീവ് EMF ജനറേറ്റ് ചെയ്യുന്നതാണ് ഇവിടെ എന്ത് തെർമോമെട്രിക് പ്രോപ്പർട്ടി അല്ലെ. തെർമോമെട്രിക് പ്രോപ്പർട്ടി എന്നുള്ള ഇവിടെ എന്താണ് EMF ജനറേഷൻ. ജനറേറ്റ് ചെയ്യുന്ന EMFന്റെ ഡയമെൻഷനും മാഗ്നിറ്റ്യൂഡും ആയിരിക്കും ടെമ്പറേച്ചർ കൂടുന്നതിന്റെ റീസൺ. So there is two distinct metals joined to form a couple with the first junction. There is a voltmeter and there is a measuring junction also. Thereafter the thermocouple ഉപയോഗിച്ചിട്ട് നമ്മൾ അവിടെയുള്ള ടെമ്പറേച്ചർ സെൻസ് ചെയ്തെടുക്കും. നമ്മൾ അധികം യൂസ് ചെയ്യുന്നത് എന്താണ് ഡിഫറെന്റ് ഇത് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് ഒരു എന്താ പറയാ കോപ്പർ ക്രോമിയം അല്ലെങ്കിൽ അലൂമിനിയം ക്രോമിയം, കോപ്പർ കോൺസ്റ്റന്റ് ആയിട്ട്, പിന്നെ കോപ്പർ ക്രോമിയം അലൂമിനിയം എന്നൊക്കെയുള്ള പെയേഴ്സ് ആണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്ത് പെയേഴ്സ് സെലക്ട് ചെയ്യുമ്പോഴുള്ള കാര്യം ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സെൻസിങ് ക്യാപ്, പെട്ടെന്ന് തന്നെ ചൂട് സെൻസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്പാൻഷൻ പോയിട്ടുള്ളതും മറ്റു പെട്ടെന്ന് തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള ഹൈ സെൻസിങ് എലമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. മെറ്റൽ 1 മെറ്റൽ 2 ഇതാണ് തെർമോകപ്പിൾ ഉപയോഗിച്ചിട്ട് ടെമ്പറേച്ചർ സെൻസ് ചെയ്ത് റെഫറൻസ് പോയിന്റ് വഴി ടെമ്പറേച്ചർ ചേഞ്ച് എവിടെ കൊണ്ടുവരും EMF ജനറേഷനിലേക്ക് കൊണ്ടുവരും. EMF ജനറേറ്റഡ് ആൻഡ് ചേഞ്ച് ഇൻ EMF അല്ല EMF ജനറേഷൻ ടെമ്പറേച്ചർ ചേഞ്ച്. ഓക്കെ, റേഡിയേഷൻ പൈറോമീറ്ററിലും അത് തന്നെയാണ്. റേഡിയേഷൻ പൈറോമീറ്റർ തെർമോകപ്പിൾ കഴിഞ്ഞാൽ പിന്നെ തെർമോകപ്പിൾ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തെർമോകപ്പിളും പൈറോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഹയർ ടെമ്പറേച്ചർ വളരെ കൂടിയ ജംഗ്ഷനിൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് തെർമോമീറ്ററും പൈറോമീറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. റൈറ്റ്, തെർമോമീറ്റേഴ്സ് ആൻഡ് പൈറോമീറ്റേഴ്സ്. അതായത് പൈറോമീറ്ററും തെർമോകപ്പിളിന്റെ സെയിം പ്രിൻസിപ്പിൾ തന്നെയാണ്. തെർമോകപ്പിളിന്റെ സെയിം പ്രിൻസിപ്പിൾ ഇടവാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്താണ് റേഡിയേഷൻ ആണ്, ഹോട്ട് ബോഡിയിൽ നിന്നുള്ള റേഡിയേഷൻ ആണ് അബ്സോർബ് ചെയ്യുന്നത്. നേരത്തെ തെർമോകപ്പിൾ കൊണ്ടുപോയി വെച്ചിട്ട് അബ്സോർബ് ചെയ്യും ഹീറ്റ്. ഹിയർ റേഡിയേഷൻ ഈസ് അബ്സോർബ്. ആ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, ഒരു മിറർ വെച്ചിട്ട് ഫോക്കസ് ചെയ്തിട്ട് തെർമോകപ്പിളിലേക്ക് കൊടുക്കുന്നു. അതായത് മിറർ വെച്ചിട്ട് ഹോട്ട് ബോഡിയിൽ വരുന്ന റേഡിയേഷൻസ് മിറർ വെച്ചിട്ട് എവിടത്തേക്ക് ഫോക്കസ് ചെയ്യുന്നു, തെർമോകപ്പിളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഉണ്ടാകുന്ന തെർമോകപ്പിൾ നേരിട്ട് വോൾട്ട്മീറ്ററിലേക്ക് കൊടുക്കുന്നു. അവിടെ EMF ജനറേറ്റ് ചെയ്യുന്നു. EMF തന്നെയാണ് ഇവിടെ എന്തായാലും തെർമോമെട്രിക് പ്രോപ്പർട്ടി. Radiation is collected by using a mirror and is used to focus the thermocouple, and EMF is generated and change in temperature or change in voltmeter reading is that proportional to radiation. അല്ലെങ്കിൽ അവർ EMF ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും റേഡിയേഷൻ എത്ര മാത്രം ഉണ്ടോ അതിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ ടെമ്പറേച്ചർ റീഡിങ് അല്ലെ. അത് ഹോട്ട് ബോഡിയിൽ എത്ര ടെമ്പറേച്ചർ ഉണ്ട് എന്നുള്ളത് ഡിനോട്ട് ചെയ്യുന്നത് റേഡിയേഷൻ ആണ്. അപ്പോൾ റേഡിയേഷൻ കൂടുതലാണെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ഹയർ, റേഡിയേഷൻ കുറവാണെങ്കിൽ ടെമ്പറേച്ചർ ഈസ് ലോ. സോ ദ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റേഡിയേഷൻ. Right, that is pyrometer. Hot body is there, and a mirror is there. The radiation is focused to the mirror and focused by mirror to thermocouple, and thereafter is sent to voltmeter and EMF generator, and changing EMF is the thermometer property. Okay, the advantage of pyrometers in തെർമോമീറ്ററിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന റേഞ്ചിനേക്കാൾ കൂടുതൽ ആക്റ്റീവ് ആയിട്ട് സെൻസ് ചെയ്യാൻ പറ്റും ഇവിടെ പൈറോമീറ്റേഴ്സ്. ടെമ്പറേച്ചേഴ്സ് ഓഫ് മൂവിംഗ് ഒബ്ജക്റ്റും ഇവിടെ മെഷർ ചെയ്യാൻ പറ്റും. ടെമ്പറേച്ചേഴ്സ് ഓഫ് മൂവിംഗ് ഒബ്ജക്ട് ക്യാൻ ബി മെഷർഡ്. റേഡിയേഷൻ സ്വീകരിച്ചാൽ മതിയല്ലോ, റേഡിയേഷൻസ് മതി. ഹയർ ടെമ്പറേച്ചർ മെഷർമെന്റ് ഈസ് പോസിബിൾ ദാൻ പോസിബിൾ വിത്ത് തെർമോകപ്പിൾ. ഓക്കെ, അതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ടു തെർമോകപ്പിളിനെ കമ്പയർ ചെയ്തിട്ട് ഇതിന് അത് അഡ്വാൻറ്റേജ് വരുന്നത് മൂവിംഗ് ബോഡീസിന്റെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല തെർമോകപ്പിൾ മെഷർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ റേഞ്ചിലുള്ളത് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ കാര്യം. സോ ഒന്നുകൂടി ഉണ്ട്, ലാസ്റ്റ് വൺ ഒപ്റ്റിക്കൽ പൈറോമീറ്റർ. ഇതുകൂടി പറഞ്ഞിട്ട് നമുക്ക് ഈ സെഷൻ വൈൻഡ് ചെയ്യാം. ഒപ്റ്റിക്കൽ പൈറോമീറ്റർ ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാൽ പോലും എന്താണ് ഐഡിയ എന്ന് മനസ്സിലാക്കിയാൽ അതിന്റെ പൈറോമീറ്റേഴ്സ് പറയും. ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്താണ്? ഒപ്റ്റിക്കൽ പൈറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, ഫിഗർ നോക്കിയേ, ഇവിടെ നിന്ന് കാണുന്നത് ഇവിടെ ഒരു ബൾബ് ഉണ്ട് അല്ലെ, ഒരു ഫിലമെന്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്ലോയിങ് എലമെന്റ് ഹിയർ. റൈറ്റ്, അവിടെ സെൻസ് ചെയ്ത റെസിസ്റ്റൻസ് ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, ബാറ്ററിന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗ്ലോയിങ് കൂട്ടാനും കുറക്കാനൊക്കെ വേണ്ടിയിട്ട് റെസിസ്റ്റൻസ് ഈസ് ദ, സ്വിച്ച് ഈസ് ദ, അമ്മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, സ്വിച്ച് അല്ല അതിന്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതിന്റെ ഗ്ലോയിങ് ലൈറ്റ് കൂട്ടോ കുറക്കൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഐ പീസ് ഉണ്ട്.
ലെൻസ് വെച്ചിട്ട് ഐ പീസ് ഉണ്ട്. ഇതിലൂടെ നമുക്ക് ഈ ഗ്ലോ കാണാം. ഓക്കെ, ആ ഗ്ലോ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. സോ ഹോട്ട് ബോഡി ഇവിടെയാണുള്ളത്, ടെമ്പറേച്ചർ ഹോട്ട് ബോഡി ഇവിടെയാണ്. നേരത്തെ എന്താ റേഡിയേഷൻ ആയിരുന്നു, ഹോട്ട് ബോഡി ഇവിടെ ആയിരുന്നു, അത് റേഡിയേഷൻ ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിരുന്നത്, പൈറോമീറ്റേഴ്സ് കിട്ടിയിരുന്നത്. ഇവിടെ എന്താണ് ഹോട്ട് ബോഡി എവിടെയുണ്ട്, അപ്പൊ അതിന് റേഡിയേഷൻ തന്നെയാണ് വരുന്നത്. റേഡിയേഷൻ അല്ല, അത് ലൈറ്റ് ഗ്ലോയിങ് ഉണ്ടാവുക. ഹോട്ട് ബോഡി എന്താ കുറച്ചുകൂടി തിളങ്ങി നിൽക്കും അല്ലെ, ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. അപ്പൊ ലെൻസ് ഒക്കെ ഉണ്ട്, ആ ലെൻസ് വെച്ചിട്ട് ഇതിന്റെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ എന്താ, ഇവിടെ നിന്നാണ് നോക്കുന്നത്, നമ്മൾ ഇങ്ങോട്ടേക്കാണ് നോക്കുന്നത്. ആദ്യം കാണുന്നത് ആ ഫിലമെന്റ് ആണ്, അല്ലെങ്കിൽ ഗ്ലോയിങ് ഫിലമെന്റ് ആണ്. ദർ ആഫ്റ്റർ ലെൻസ്, ദർ ആഫ്റ്റർ ഹോട്ട് ബോഡി അല്ലെ. ആദ്യം നമ്മൾ അതിലൂടെ നോക്കുന്ന വിചാരിച്ചു, റൈറ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഫിലമെന്റ് ഈസ് ദ ആൻഡ് ഹോട്ട് ബോഡി ഈസ് ഓൾസോ ദ റൈറ്റ്. അപ്പം ഇവിടെ എന്താ ചെയ്യും, ഇതിന്റെ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസപ്പിയറിംഗ് ആണ്, ഡിസപ്പിയറിംഗ് ഫിലമെന്റ് ആണ്. ഫിലമെന്റ് കാണാൻ പാടില്ല എന്നുള്ളതാണ് ഇതിന്റെ. അപ്പൊ നമ്മൾ ആദ്യം കാണുമ്പോൾ എന്താ, ഫിലമെന്റ് ഓൺ ആക്കാതെ ലൈറ്റ് കൂട്ടാതിരുന്നു കഴിഞ്ഞാൽ പിറകിൽ ലൈറ്റ് ഉണ്ടാവും, മുമ്പിൽ ഇതുണ്ടാവും, ഫിലമെന്റ് ഉണ്ടാവും. അപ്പോൾ ഫിലമെന്റ് ഒരു ഡാർക്ക് ആയിട്ടാണ് കാണുക, ബാക്കിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് റൈറ്റ്. ബാക്കിൽ ലൈറ്റ് ഉള്ളതുകൊണ്ട് മുമ്പിലെ ഫിലമെന്റ് ഡാർക്ക് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ റെസിസ്റ്റൻസ് മാറ്റിയിട്ട് കറണ്ട് കുറച്ചും കൂടി കൊടുക്കും. അപ്പൊ ഫിലമെന്റിൽ ലൈറ്റ് ഗ്ലോയിങ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്യും. ഗ്ലോ ഈസ് ഇൻക്രീസ്ഡ് ഫോർ ഫിലമെന്റ്, ഫിലമെന്റ് ഗ്ലോ ഇൻക്രീസ് ചെയ്യും. ബാക്കിലെ ബ്രൈറ്റ്നസ് ഉണ്ടാവും, അപ്പൊ മുമ്പിലെ കുറച്ച് കൂടി കൂടിക്കാൻ ഡാർക്ക്നെസ് കുറഞ്ഞു വന്നു വരും. അവസാനം ആ ഗ്ലോ എന്ത് ചെയ്യും, ഡിസപ്പിയർ ആവും, മൊത്തം ഒരു വൈറ്റ് ബോഡി ആവും, മൊത്തം ഒരു ബ്രൈറ്റ്നസ് കൂടി ഒന്നുമില്ല, കാണാത്ത അവസ്ഥയാവും. ആ സമയത്തുള്ള കറണ്ട് എത്രയാണ് ഫ്ലോ ചെയ്യുന്നത് മെഷർ ചെയ്യും. കറണ്ട് ഫ്ലോ നമ്മൾ കറണ്ട് ഇൻക്രീസ് ചെയ്ത് ആ ഫിലമെന്റ് ഡിസപ്പിയർ ചെയ്യുന്നവരെ, ആ ഡാർക്ക്നെസ് ഡിസപ്പിയർ ചെയ്ത് വരുന്നവരെ നമ്മളത് മെഷർ ചെയ്യും. അപ്പൊ മെഷർ ചെയ്ത ഡാർക്ക്നെസ് പോയി ബ്രൈറ്റ്നസ് ആയി വരുന്ന സമയത്തുള്ള കറണ്ട് മെഷർ ചെയ്യും. ആ ചേഞ്ച് ഇൻ കറണ്ട്, എത്ര കറണ്ട് ഇൻക്രീസ് ചെയ്തു, അതായിരിക്കും ആ ഹോട്ട് ബോഡിയിൽ നിന്ന് വരുന്ന ആ ഒരു ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോയിങ്ങിന്റെ ടെമ്പറേച്ചർ. ഇത് എത്ര ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. ഒരിക്കലും ലൈറ്റിന്റെ ഡാർക്ക്നെസ് നോക്കിയിട്ട് നമുക്ക് ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് പ്രാക്ടിക്കലായിട്ട് ചെയ്തെങ്കിലും കാര്യമാണ്, പക്ഷെ നമുക്കത് ഇമ്പോസിബിൾ ആണ്. അപ്പം ഇമേജ് കാണും, ലോ റീഡിങ്, ഏറ്റവും കുറവ് റീഡിംഗ് ആണ് ഇങ്ങനെ കാണും, ഫിലമെന്റ് കാണും. ഹൈ റീഡിംഗ് ആണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഇതായിരിക്കും. ഇത് സാധാരണ കറക്റ്റ് optical parameter sighted at hot bodies and focus ചെയ്യും. In the beginning, filament will be appear dark as compared to background, which is bright. Background എന്താണ് നടക്കുന്നത്, hot body ആണ്, brightness ആണ്, ഇവിടെ dark ആയി. So we are increasing the current and increasing the glow of the filament, and thereafter the glow disappears because of the brightness. മൊത്തം brightness ഒന്ന് disappear ചെയ്യും. ആ സമയത്തുള്ള current measure ചെയ്യും. That current is at proportional to the change in temperature or increase in temperature of the hot body. That is optical parameter. So ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ, ഇലക്ട്രിക് റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആൻഡ് തെർമോകപ്പിൾ, ഈ 4 കാര്യമാണ് ഇത് മെയിൻ ഇമ്പോർട്ടൻറ്റ്. കോൺസ്റ്റന്റ് പ്രഷർ ഗ്യാസ് തെർമോമീറ്റർ, കോൺസ്റ്റന്റ് വോളിയം ഗ്യാസ് തെർമോമീറ്റർ, ഇലക്ട്രിക് റെസിസ്റ്റൻസ് തെർമോമീറ്റർ ആൻഡ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പൈറോമീറ്റേഴ്സ് റൈറ്റ്. ദാറ്റ് ഈസ് ഫോർ ദിസ് സെക്ഷൻ. നമുക്ക് അടുത്തൊരു സെഷനും കൂടി ആയിട്ട് നമുക്ക് ഇതിന്റെ ഒരു ക്ലാസ് ഫില്ലപ്പ് ചെയ്യാം. സോ അടുത്ത ക്ലാസ് നാളെയാണ്. അതിലേക്ക് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നോട്ട്ബുക്ക് ഫോർ want to keep a notebook for thermodynamics. ഒരു നോട്ട്ബുക്ക് ഫുൾ ആയിട്ട് പോകണം. ഇനി അങ്ങോട്ട് ഡെറിവേഷൻ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ ഒരു നമുക്ക് എന്തായാലും ആവശ്യമാണ്. സോ ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് യു ഓൾ മസ്റ്റ് ബ്രിങ് എ നോട്ട്ബുക്ക് ഹിയർ റൈറ്റ്.